കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയോടെ നമുക്ക് നേരെ ഗൗരിയുടെ ശങ്കറിന്റെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിട്ട് കമലയും ഗൗരിയും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ കമലയോട് ഗൗരി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതെ, ഒരു കാരണവശാലും എന്നെ ശങ്കരനെ തമ്മിൽ പിരിക്കാനുള്ള അമ്മയുടെ ശ്രമം അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. കമലടുത്തി എന്നെ ഒറ്റപ്പെടുത്താനായിട്ടാ അമ്മയുടെ ശ്രമം, നടക്കാൻ പോകുന്നില്ലെന്ന് പറയാം. ഇത് കേട്ടോണ്ടാ തങ്കച്ചി അങ്ങോട്ട് വരുന്നേ. തങ്കച്ചി വന്നു ചോദിച്ചു, നീ എന്താ പറഞ്ഞേ? നിന്നെ ഒറ്റപ്പെടുത്തുവന്നോ? നിന്നെ ഇവിടെ ആരൊറ്റപ്പെടുത്തിയ പറഞ്ഞേ? ഒന്നുമില്ലമ്മേ, എനിക്ക് മനസ്സിലായി. നിന്നെ ഇവിടെ ഒറ്റപ്പെടുത്താന്ന അത് ഞാന്. നീ ഒറ്റപ്പാട് എന്താന്ന് അറിയാൻ പോകുന്നതല്ലേ ഉള്ളൂ, ഒന്നും ആയിട്ടില്ലെന്ന് പറയാം. ഇത് കേട്ടതും ഗൗരി അമ്മ എന്തിനാ അമ്മ ഇങ്ങനെ ഇല്ലാക്കഥകളൊക്കെ ഉണ്ടാക്കി പറയുന്നേ? അമ്മയുടെ ആരാ പറഞ്ഞ ധ്രുവന്റെ കാര്യം? ആ ധ്രുവനെ കുറിച്ചൊക്കെ എന്തിനാ വെറുതെ ഇല്ലാത്ത കഥകളൊക്കെ ഉണ്ടാക്കി ശങ്കറിന്റെ മനസ്സിലേക്ക് വിഷം കുത്തി നിറയ്ക്കുന്നേ? അതിന്റെ ആവശ്യമുണ്ടോന്ന് ചോദിക്കണം. ഇത് കേട്ടതും തങ്കച്ചി പറഞ്ഞു, അങ്ങനെ നിന്നെ അധികകാലം ഞാൻ ഈ വീട്ടിൽ വാഴാനായിട്ട് സമ്മതിക്കില്ല. ഈ തങ്കച്ചി ആരാ നീ അറിയാൻ പോകുന്നുള്ളൂ. എന്റെ മോനെ തട്ടിയെടുത്തവളാ നീ. അമ്മ ഞാൻ എങ്ങനെ തട്ടിയെടുത്തുന്നാ? എന്റെ ഭർത്താവ് ശങ്കർ. അത് സാധാരണഗതിയിൽ എല്ലാ അമ്മാരും ചിന്തിക്കുന്ന എന്താ, ഭാര്യയും ഭർത്താവും മക്കളാണെങ്കിലും നല്ല രീതിയിൽ ജീവിക്കണം എന്നല്ലേ. പിന്നെ അമ്മ എന്തിനാ ഞങ്ങളെ രണ്ടുപേരും വേർപിരിക്കാൻ നോക്കുന്നേ? അതൊരിക്കലും നടക്കാൻ പോകുന്നില്ലെന്ന് പറയാം. ഇത് കേട്ടെന്ന് തങ്കച്ചി പറഞ്ഞു, എന്നോടാ നിന്റെ കളി? നിനക്കറിയാമേലേ, രാവണനെ കൊന്നു കഴിഞ്ഞിട്ടും രാമന്റെ ഉള്ളില് സീതയെക്കുറിച്ചൊരു സംശയം ഉണ്ടായിരുന്നു. സീത രാവണനെ കുറിച്ച് ചിന്തിച്ചിരിക്കുവാണെന്ന്. അതിന്റെ പേരിൽ അയോധ്യന്ന് പോകണ്ട വന്നു സീതയ്ക്ക്. ആ കഥ നിനക്കറിയാൻ പാടില്ലെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗൗരി പറഞ്ഞു, ആ കഥകളൊക്കെ എനിക്കറിയാമേ, പക്ഷെ അതിനകത്തൊരു തിരുത്തുണ്ട്. അങ്ങനെ അയോധ്യന്ന് സീത പോയാലും രാമന്റെ മനസ്സിലൊന്നും സീത ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ മനസ്സിനെ, രാമന്റെ മനസ്സിൽ നിന്ന് സീതനെ ഇല്ലാതാക്കാനായിട്ട് ആർക്കും കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെയായിരിക്കും ഞാൻ ഈ വീട് വിട്ടു പോയാലും ശങ്കറിന്റെ മനസ്സിൽ എപ്പോഴും ഞാനുണ്ടായിരിക്കും എന്ന് പറയാം. ആ മനസ്സിൽ നിന്ന് എന്നെ പറിച്ചു കളയാനായിട്ട് അമ്മയ്ക്കെന്നല്ല ആർക്ക് സാധിക്കില്ല എന്ന് പറയാം. ഇത് കേട്ടൻ തങ്കച്ചി പറഞ്ഞു, നമുക്കറിയാം എന്താ കാണാൻ പോകുന്നതെന്ന് പറയാണ്. നീ അവിടെ അധികം വാഴിലടി. നീയും മാത്രല്ല, നിന്റെ കമല ഉണ്ടല്ലോ, കമലയ്ക്ക് ഫുൾ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ആള് നീയല്ലേ. നിങ്ങൾ രണ്ടേ ഇവിടെ ഞാൻ പായിക്കുന്നു പറഞ്ഞ് വെല്ലു വിളിച്ചിട്ട് തങ്കച്ചി അങ്ങോട്ട് പോവാണ്. ഇത് കണ്ടും കേട്ടും കഴിഞ്ഞപ്പോൾ കമലയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. ഗൗരി പറഞ്ഞു, കമലടുത്ത് എന്തിനാ വിഷമിക്കുന്നത്? കമലടുത്ത് ഇതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. അമ്മേനെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നല്ലോ എന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്ന ആദർശം വേണിയും കൂടെ പോവാണ് ചെക്കപ്പിനാന്ന് പറഞ്ഞ് രണ്ടുപേരും വീട്ടിൽ നിന്ന് ഇറങ്ങിക്കുന്നത്. രഞ്ജുവിന്റെ വീട്ടിലേക്ക് പോകാനാ പ്ലാന്. ഈ സമയത്ത് ആദർശം മോഹം വല്ലായിരിക്കുന്നപ്പോ വേണി ചോദിച്ചു, ഇതെന്ത് പറ്റി ആദർശേട്ടാ ഇങ്ങനെ ഇരിക്കുന്നേ? ഒരു ചിരിയില്ല, സന്തോഷമില്ല. രഞ്ജുവിന്റെ വീട്ടിൽ പോകുന്നതുകൊണ്ടാണോ? ഞാൻ അവിടെ ചെന്ന് അവളോട് ഇനി എന്തെങ്കിലും പറഞ്ഞാലോ എന്ന് കരുതിയാണെന്ന് ചോദിക്കുക. വേണി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവിടെ ചെന്ന് നീ അവളെ ഉപദ്രവിക്കുകയും ചെയ്യലെന്ന് പറയണം. എന്ത് ഉപദ്രവിക്കാനായിട്ട്? ഞാൻ അങ്ങനെ ഉപദ്രവിക്കൊന്നുമില്ല. ആ ദീപനെ പൊളിച്ചടിക്കിയതാ ഞാൻ. പിന്നെയാണ് ഈ രഞ്ജു ഒക്കെ എൻ്റെ അടുത്ത് വെറും പുല്ലല്ലേ. അവളെ ഞാൻ ചവിട്ടി അരച്ച് മെതിക്കുമെന്ന് കണ്ടോളാൻ പറയാണ്. മര്യാദകേടായിട്ട് എന്തേലും വർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വേണി ആരാന്ന് അവൾ അറിയാൻ പോകുന്നുള്ളൂ എന്ന് പറയാണ്. പിന്നീട് ആദർശനോട് പറഞ്ഞു, അതെ, എനിക്ക് എപ്പോഴും ദാഹിക്കുന്നുണ്ട് മത്താപ്പേ, എന്തെങ്കിലും ഇച്ചിരി കുടിക്കാൻ മേടിച്ചു തരാൻ പറയണം. ഒരു കരിക്കാട പെട്ടെന്ന് കണ്ടു, അത് ഇവിടെ നിർത്താൻ പറയാം. ആദർശ് അവിടെ അങ്ങോട്ട് നിർത്തിയിട്ട് അങ്ങ് ഇറങ്ങി കഴിയുമ്പോൾ ആദർശിന് ഫോൺ ബെല്ലടിച്ചു. അവളായിരിക്കും വിളിക്കുന്നല്ലേന്ന് ചോദിക്കണം. അല്ല, ഇത് ബാങ്ക് മാനേജറാന്ന് പറയും. ഇങ്ങനെയൊക്കെ പറയും നിങ്ങൾ ആണുങ്ങള്. പക്ഷെ ബാങ്ക് മാനേജർ എന്ന് പറഞ്ഞിട്ട് കണ്ട പെണ്ണുങ്ങളുടെയൊക്കെ ആയിരുന്നു. ഓഫീസ്, അങ്ങനെ പല പല പേരുകളിലൊക്കെ ഇടും. പക്ഷെ അതൊക്കെ പെണ്ണുങ്ങളുടെ ആണെന്ന് ചിന്തിക്കാനുള്ള ബുദ്ധിയൊക്കെ ഞങ്ങൾക്ക് ഉണ്ടെന്ന് പറയാണ്. പെട്ടെന്ന് ആദർശ് ആ കോളങ്ങൾ എടുത്തു. അപ്പൊ മാനേജർ സംസാരം കേട്ട. അപ്പൊ വേണിക്ക് മനസ്സിലായി ഇത് ശരിക്കും മാനേജർ തന്നെയാണ്. അങ്ങനെ കരിക്കിന് ഓർഡർ കൊടുത്തിട്ട് ആദർശ് ഫോൺ വിളിച്ചോണ്ട് അങ്ങോട്ട് മാറി അങ്ങോട്ട് പോവാണ്. അപ്പൊ വേണി എന്ത് ചെയ്യുവാണ്, കരിക്ക് കുടിച്ചിങ്ങനെ നിൽക്കുവാണ്. ഈ സമയത്താണ് ഒരു ബലൂറ ഇങ്ങോട്ട് പാഞ്ഞു പെറുക്കി അങ്ങോട്ട് വരുന്നേ. പെട്ടെന്ന് എന്ത് ചെയ്യാണ്, ആദർശ് ഫോൺ വിളിച്ചോണ്ടിരിക്കുന്ന അടുത്തേക്ക് വണ്ടി അങ്ങോട്ട് വരുവാണ്. പെട്ടെന്ന് വേണി തിരിഞ്ഞു നോക്കിയപ്പോൾ ആദർശിനെ ഇടിക്കാൻ വരുന്നതുകൊണ്ട് വേണി ആദർശേട്ടാന്ന് പറഞ്ഞ ഒറ്റ ഓട്ടമായിരുന്നു ആദർശിന്റെ അടുത്തേക്ക്. ഈ സമയത്ത് വണ്ടി അടുത്തെത്തിയതും ആദർശ് അപ്പുറത്തേക്ക് ഒരു ചാട്ടം അങ്ങോട്ട് ചാടി. ജസ്റ്റ് ഒരു നിമിഷം ഒന്ന് വൈകിപ്പോയായിരുന്നെങ്കിൽ ആദർശിനെ ഇടിച്ചു തെറിപ്പിച്ചാണ്. ആ വണ്ടി പെട്ടെന്ന് നിർത്താതെ അങ്ങോട്ട് വിട്ടുപോവാണ്. അപ്പൊ ആദർശിനെ ഇല്ലാതാക്കാനായിട്ട് തിരുവൻ ഏർപ്പാടാക്കിയ ഗുണ്ടകൾ അങ്ങോട്ട് വന്നത്. ആദർശ് വീണ്ടും കിടക്കുന്നപ്പോൾ ആൾക്കാരെല്ലാം ഓടിക്കൂടുവാണ്. പെട്ടെന്ന് വേണി ഓടി നിന്നിട്ട് ചോദിച്ചു, ആദർശേട്ടൻ എന്തേലും പറ്റിയോന്ന് ചോദിക്കണം. അപ്പൊ ആൾക്കാർ എന്തേലും പറ്റിയോ, ഹോസ്പിറ്റലിൽ പോകണമെന്ന് ചോദിക്കേ. ഒന്നുമില്ല, തലനാരം അഴിക്കാണല്ലോ നിങ്ങൾ രക്ഷപ്പെട്ടെന്നൊക്കെ വന്നവരൊക്കെ കൂടെ ഒന്ന് ചുറ്റും നിന്നാൽ എല്ലാവരും പറയണം. ആദർശിന്റെ കൈക്ക് വേദനയൊക്കെ ഉണ്ട്. വേണിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ആദർശേട്ടാ ഹോസ്പിറ്റലിൽ പോവാം. കൈക്ക് വലുതും പറ്റിയോ, വേദനയുണ്ടോ? വേണിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. വേണി പൊട്ടിക്കരയുവാണ്. കാരണം അത്രയ്ക്ക് ഇഷ്ടമാണല്ലോ ആദർശിനെ. ഒരു ജസ്റ്റ് നിമിഷം ആദർശേട്ടാന്ന് വേണി വിളിച്ചുകൊണ്ട് വന്നുകൊണ്ട് മാത്രം ആദർശ് പെട്ടെന്ന് അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയതാ. അതുകൊണ്ടാണ് ആദർശന് ജീവൻ തന്നെ രക്ഷപ്പെട്ടത്. പിന്നീട് കാണിക്കുന്ന ഗൗരിനെ വിളിക്കുവാണ് ആരതി. വിളിച്ചിട്ട് ഗൗരിയോട് ചോദിച്ചു,
അല്ല എന്തി അവിടെ ഉണ്ടോന്ന് ചോദിക്കുക. ആരുണ്ടോന്ന്? അല്ല അമ്മായിമ്മ ഉണ്ടോന്ന്. അതെന്താ അങ്ങനെ ചോദിച്ചേ? ഓ രാധാമണി തങ്കച്ചിയുടെ കാര്യം ചോദിക്കാൻ ഞാൻ പറ്റുമോ? ഇപ്പൊ വിളിക്കുന്ന എങ്ങാനും കണ്ടാണെങ്കിൽ ഇനിയിപ്പം ചേച്ചി സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട പിന്നെ അത് അടുത്ത പ്രശ്നം അതായാലോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് ചോദിച്ചതെന്ന് പറയാണ്. ആദ്യം താടകാന്നൊക്കെയാണ് പറഞ്ഞത്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പത്തിന് ഗൗരി മോളെ താടകാന്നൊന്നും പറയരുത്. പിന്നെ പറയാതെ. അതെ നമ്മുടെ അമ്മേനെ പോലെ തന്നെ ഒരു അമ്മ ഇവിടുത്തെ. പിന്നെ നമ്മുടെ അമ്മേനെ പോലെ അവിടുത്തെ അമ്മേനെ അമ്മയായിട്ട് കൂട്ടാൻ പറ്റുമോ? എന്തൊക്കെ അവര് കാണിക്കുന്നേ? ഗൗരി ചേച്ചി എന്തോ ദുഷ്ടതകളാ കാണിക്കുന്നേ. എനിക്ക് അവരെ അമ്മയായിട്ടൊന്നും കാണാൻ പറ്റില്ലെന്ന് പറയണം. അതൊക്കെ പോട്ടെ, നീ എന്തിനാ വിളിച്ചെന്ന് ചോദിക്കാണ്. അതെ അപ്പം ഗൗരി ചേച്ചി കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. അമ്മയൊന്നും വിളിച്ചു പറഞ്ഞില്ലേ നിൽക്കും. എന്നോട് അമ്മയൊന്നും പറഞ്ഞില്ല. എന്നാലേ ഒരു കാര്യമുണ്ട്. അല്ല വേണി എന്തിയെ? വേണി ആദർശേനും കൂടെ ചെക്കപ്പിന് പോയിക്കുക. അയ്യോ വേണിക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുക. വേണി ചേച്ചിക്ക് പറ്റി. വേണി ചേച്ചിക്ക് വിശേഷം ഉണ്ടെന്ന് പറയാം. ഇത് കേട്ടതും ഗൗരി ചോദിച്ചു സത്യമാണോ മോളെ പറയണേന്ന് ചോദിക്കും. സത്യം ചേച്ചി, ഞാൻ എന്തിനാ കള്ളത്തരം പറയണേന്ന് ചോദിക്കും. അയ്യോ അന്നാ ഞാൻ പെട്ടെന്ന് അച്ഛനെ അമ്മേനേക്ക് അറിയിക്കട്ടെ. അവർക്ക് ഇതെല്ലാം കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരിക്കും എന്ന് പറയാണ്. ശരി ശരി എന്ന് പറഞ്ഞ് ആദ്യം ഞങ്ങൾ കോള് കെട്ടിയാണ്. പിന്നീട് ഗൗരി ഓടി താഴേക്ക് ഇറങ്ങി പോരുവാണ്. അപ്പം മുത്തശ്ശിയും മഹാദേവനും കൂടെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അച്ഛ അമ്മയെന്ന് പറഞ്ഞ് ഓടി ഇറങ്ങി വരുവാണ്. നീ എന്തിനാ ഗൗരി ഇങ്ങനെ വെപ്രാളപ്പെട്ട് വരുന്നേ? എന്ത് പറ്റിയെന്ന് ചോദിക്കണം. ഒരു സന്തോഷ വർത്താനം ഉണ്ട് അച്ഛ, അത് പറയാൻ വന്നാന്ന് പറയാം. ഇതിന് മാത്രം തുള്ളിച്ചാണാളെ എന്ത് സന്തോഷ വർത്താനം ഉണ്ടായെന്ന് ചോദിക്കണം. അതച്ഛ വേണിക്ക് വിശേഷം ഉണ്ടെന്ന് പറയാ. വേണി ഒരു അമ്മയാൻ പോവാന്ന് പറയാ. ഇത് കേട്ടത് മുത്തശ്ശി അങ്ങോട്ട് മണിയടിച്ചു. ആ മഹാദേവൻ തുള്ളിച്ചാടാണ് കിടന്ന്. എന്റെ ഭഗവാനെ നീ രക്ഷിച്ചെന്റെ മഹാദേവ. അയ്യോ എന്റെ എത്ര പ്രതീക്ഷയായിരുന്നു ഒരു കുഞ്ഞിനെ താലോലിക്കാന്നുള്ളൊരു പേരക്കുഞ്ഞിനെ. എന്റെ ആഗ്രഹം നീയായിട്ട് സാധിച്ചു എന്നുള്ളപ്പോൾ തുള്ളിക്കളിക്കുവാണ്. ഈ സമയത്ത് തങ്കച്ചി അങ്ങോട്ട് വരുന്നേ. തങ്കച്ചി വന്നോണ്ട് തങ്കച്ചിയുടെ കയ്യെ പിടിച്ച് വട്ടം കയറുവാണ് മഹാദേവൻ. ഇതെന്താ മനുഷ്യൻ നിങ്ങൾ കാണിക്കുന്നേ? എന്റെ കയ്യേന്ന് ഇവിടെ എനിക്ക് തല ഇറങ്ങുന്നുണ്ടെന്ന് പറയണം. അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. ഈ സമയത്താണ് അങ്ങോട്ട് നമ്മുടെ കമലയും കൂടെ വന്നത്. കമലയ്ക്കും കാര്യമൊന്നും മനസ്സിലായില്ല എന്താന്നുള്ളത്. ഈ തുള്ളിച്ചാടുന്നത് മാത്രം അറിയാൻ പറ്റുന്നുണ്ട്. അവസാനം തങ്കച്ചി ഒന്ന് വിട് എനിക്ക് തല ഇറന്ന് പറയാണ്. ഇതിന് മാത്രം തുള്ളിച്ചാടാൻ എന്താ വിശേഷം ഉണ്ടായെന്ന് ചോദിക്കുകയാണ്. ഇടീ വിശേഷം ഉണ്ടായി. എന്താ? ഇടി നീ ഒരു മുത്തശ്ശിയാവാൻ പോന്നു. മുത്തശ്ശിയാവാനാ? അതെ നമ്മുടെ വേണിമോൾക്ക് വിശേഷം ഉണ്ടെന്ന്. അയ്യോ അല്ല ഇതാരാ നിങ്ങളോട് വിളിച്ചു പറഞ്ഞേ? അവളാണോന്ന് ചോദിക്കും. അല്ല ഗൗരിയോട് ആരതി വിളിച്ചു പറഞ്ഞ. ഇത് കേട്ടൻ തങ്കച്ചിയുടെ മുഖം അങ്ങോട്ട് മാറി. ഓഹോ അപ്പൊ അവള് വിളിച്ചു പറഞ്ഞല്ല. ഇങ്ങനത്തെ കാര്യങ്ങൾ അവൾ എന്നോട് ആദ്യം വിളിച്ചു പറയേണ്ടല്ലേ? അവളുടെ അമ്മയല്ലേ ഞാൻ. എന്നിട്ട് അവൾ എന്നെ അറിയിച്ചോന്ന് ചോദിക്കണം. എടി അതിപ്പോ ആര് പറഞ്ഞാലും ഉള്ളതല്ലേ. കാര്യങ്ങൾ അറിഞ്ഞാൽ പോരെ. നമുക്ക് സന്തോഷിക്കാനുള്ള കാര്യങ്ങളല്ലേ. എന്റെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു പേരക്കുഞ്ഞിനെ കുഞ്ചിക്കാന്നുള്ളത്. ഇതേ ഇങ്ങനെ അവിടെ തുള്ളിയിട്ടാണ് നിങ്ങൾ വല്ല അറ്റാക്കും വന്ന് ചത്തുപോന്ന് പറയണം. ഒരറ്റാക്കും വരില്ലടി. എൻ്റെ ഒരു പേരക്കുഞ്ഞിനെ കുഞ്ചിച്ചതിന് ശേഷം ഞാൻ മരിച്ചാലും എനിക്ക് കുഴപ്പമില്ല. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമല്ല അതെന്ന് പറയണം. അതെ നമുക്കെല്ലാവർക്കും പോകണ്ടേന്ന് ചോദിക്കണം അവളെ കാണാനായിട്ട്. ഈ സമയത്ത് ശങ്കർ അങ്ങോട്ട് വരുന്നേ. ശങ്കറിനെ കണ്ടതും പറഞ്ഞു എടാ മോനെ പെട്ടെന്ന് റെഡിയാൻ പറയണ. എന്തിന്? ഒരു വിശേഷമുണ്ട്. എന്താണെങ്കിലും പറ. അല്ല ഇനിയിപ്പം എന്തായിരിക്കും വിളിക്കുന്നതിനെ? മാമാന്നെങ്ങാനും ആയിരിക്കും നിന്നെ വിളിക്കുന്നേ. ആര് വിളിക്കുന്നവരെ അച്ഛാ പറയുന്നേ? അല്ല വേണിയുടെ കുഞ്ഞ്. വേണിക്ക് വിശേഷമുണ്ടോ? അതെ അതെ. ഇത് നല്ല കാര്യമുള്ള അച്ഛാന്ന് പറയണ. അന്നാ നമുക്ക് ഇപ്പൊ തന്നെ പോയേക്കാന്ന് പറയണ. മഹാദേവൻ ചുമ്മാ പോയിട്ട് കാര്യമില്ല. കുറെ സാധനങ്ങൾ മേടിക്കാണ്ട്. എന്തൊക്കെ മേടിക്കണം അച്ഛാൽ ഇഷ്ടങ്ങാ നേരെ എല്ലാം മേടിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. നമുക്കിപ്പൊ അങ്ങോട്ട് പോയേക്കാം. ഈ സന്തോഷം പങ്കുവെക്കേണ്ടതെന്ന് ചോദിക്കുവാണ്. ഗൗരി കൂട്ടിക്കൊണ്ട് ശങ്കർ നേരെ മുറിയിലേക്ക് പോവാണ്. മുറി ചെന്ന് കഴിയുമ്പോഴത്തേനും ഗൗരി എന്ത് ചെയ്യാണ്? ശങ്കറിനെ കെട്ടിപ്പിടിച്ച് ഒരു കടി അങ്ങോട്ട് കൊടുക്കണം കൈക്കിട്ട്. ശങ്കർ പറഞ്ഞു എനിക്ക് നൊന്തു കിട്ടുമെന്ന് പറയണ. നോർമേണ്ടി തന്നെ കടിച്ച എനിക്ക് വേദന എടുത്ത് ചോര വരുന്നുണ്ടെന്ന് തോന്നുന്നതെന്ന് പറയാം. വിഷം പല്ലും കൊണ്ട് കടിച്ചാല്. പിന്നെ ഒന്ന് കാണിച്ചാ ചോര വരുന്ന കാണട്ടേന്ന് പറയണ. അതിപ്പോ കാണിക്കാൻ പറ്റില്ല. അതെന്താ? അങ്ങനെ കാണിക്കാൻ പാടില്ലെന്നാ പറയണേ. ഭയങ്കര റൊമാൻറ്റിക് മൂഡിലാ ശങ്കർ. അതെ ഇങ്ങോട്ടൊരു കടി തിരിച്ചു വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് തിരിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ അത് വിഷമാന്നാ പറയുന്നേ. അങ്ങനെയുണ്ടോ? അങ്ങനെ എവിടെ പറഞ്ഞേക്കണേ? അതൊക്കെ ഉണ്ട്. ഒരു കാര്യം ചെയ്യാം, ഞാൻ അങ്ങോട്ട് തിരിച്ചു കൊണ്ടു തരാന്ന് പറയാം. ഇതേ ശംഖു വേണ്ട കേട്ടോ. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. പകരത്തിന് പകരം തിരിച്ചാണെന്ന് പറഞ്ഞുകൊണ്ട് ഗൗരീനെ പിടിച്ച് ഒരു ഉമ്മ അങ്ങോട്ട് കൊടുക്കുകയാണ്. ഈ സമയത്താണ് കഥവ് തുറന്ന് കമല അങ്ങോട്ട് കയറി വരുന്നത്. കമല ഒട്ടും പ്രതീക്ഷയില്ല അവിടെ ആ സമയത്ത് ശങ്കർ കാണുമെന്ന്. പെട്ടെന്ന് കമല അങ്ങ് തിരിഞ്ഞു നടക്കുന്നതിന് രണ്ടുപേരും ചമ്മി. ഗൗരി ശങ്കറും ചമ്മി. ഗൗരി പറഞ്ഞു കമലടുത്ത് കണ്ടു കാണുമോ? ശങ്കർ പറഞ്ഞു കണ്ണി പൊടി പോയതാന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് പതുക്കെ സൈഡിൽ കൂടെ ഞങ്ങൾ സ്കൂട്ടാകൊണ്ട് ചമ്മിയെ ചിരിയും ചിരിച്ചോണ്ട് കമലയുടെ മോൻ കണ്ടപ്പോൾ എന്തോ ഒരു പന്തിയോട് വന്നി. എന്താ കമലടുത്ത് ഇങ്ങനെ ഇരിക്കുന്നത്? കമലയുടെ സാരി ഒന്നും മാറിയില്ലേ? പോകാൻ റെഡി ആയില്ലേ? ഇത് പഴയ സാരിയാണല്ലോ എന്ന് പറയാം. ഞാൻ വരുന്നില്ല ഗൗരി എന്ന് പറയാം. അതെന്താ വരുന്നില്ലാത്ത? ഞാൻ വന്നാൽ ശരിയാവത്തില്ല. ഇങ്ങനെയുള്ള ചടങ്ങുകളിലൊക്കെ ഞാൻ വരാൻ കൊള്ളത്തില്ല. ഞാനൊരു ദുർനിമിത്തോ എനിക്ക് പിള്ളേരുണ്ടാവത്തില്ലോ എന്ന് പറയണം. അതാണോ കാര്യം? അതൊന്നും കുഴപ്പമില്ല. കമലടുത്തോട് ആരാ ഇത് പറഞ്ഞേ? അമ്മയാണോ പറഞ്ഞ് വരില്ലെന്ന് പറഞ്ഞ അമ്മയാണോന്ന് ചോദിക്കും. ഇത് കേട്ടപ്പോൾ കമലയൊന്നും മിണ്ടിയില്ല. ഗൗരിക്ക് മനസ്സിലായി അമ്മയാ പറഞ്ഞെന്നുള്ള കാര്യം.
എന്താ കമലാടുത്തി അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, പോയി റെഡിയാവാൻ പറയാണ്. ഞാൻ അമ്മയോട് പറയാം, ഇനിയിപ്പം നമ്മൾ ഇവിടുന്ന് പോകുന്നുണ്ടെങ്കിൽ കമലാടുത്തി ഇല്ലാതെ പോകത്തില്ല, ആരും വേണ്ടടുത്തേക്ക് പോകത്തില്ലെന്ന് പറയണം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയിൽ ഞാൻ വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.